സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിൽ മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇന്നും ജീവനോടുകൂടെ തന്നെയുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി മനുഷ്യർ ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമാണിത്. ഇന്ത്യൻ ജനത വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കിയിരുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ള വ്യക്തിയായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ ഇന്നും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ? എന്തുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്ന് ഇന്നും ഒരുപാടധികം ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. 1897 സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ശക്തമായ ബ്രിട്ടീഷ് വിരോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. കോളേജ് പഠന കാലഘട്ടത്തിലൊക്കെ തന്നെയും സ്വതന്ത്രത്തിന് വേണ്ടിയിട്ട് കോളേജിന് പുറത്ത് നടക്കുന്ന വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അയാൾ വലിയ തോതിൽ ആകൃഷ്ടനായിരുന്നു. വർഷങ്ങൾ കടന്നു പോവുകയാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദ പഠനമൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം പിന്നീട് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയെല്ലാം എഴുതുന്നുണ്ട്. അതിലൊക്കെ തന്നെയും ഉയർന്ന വിജയം, വലിയ റാങ്കോട് കൂടിയുള്ള വിജയമൊക്കെ തന്നെയും സുഭാഷ് ചന്ദ്രബോസ് നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ സിവിൽ സർവീസ് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് പോലും 2 തവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അദ്ദേഹം നേരിട്ടിരുന്ന വലിയ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവൃത്തികളോട്, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളോട് അദ്ദേഹത്തിന് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി നൽകില്ല എന്നൊരു കാര്യത്തിലായിരുന്നു അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെ അദ്ദേഹം നേരെ കൊൽക്കത്തയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പിന്നീടുള്ള വർഷങ്ങളിൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നിരന്തരമായിട്ട് നടത്തി വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒക്കെ അനന്തരഫലമായിട്ട് ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായിട്ട് പോലും സുഭാഷ് ചന്ദ്രബോസ് പതിയെ പതിയെ മാറി വരികയായിരുന്നു. 11ഓളം തവണ വ്യത്യസ്ത കാരണങ്ങളാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു തവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിച്ച തീവ്രവാദി എന്ന ലേബൽ ചാർത്തി കൊടുത്തിട്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ബർമ്മയിലേക്ക് നാട് കടത്തുകയും അവിടെ ജയിലിലടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഏതാനും നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ അവിടെ ജയിലിൽ നിന്നും മോചിതനാക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെയും കൊൽക്കത്തയിലേക്ക് തിരിച്ചു വരികയും ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് ഇലക്ഷനിൽ നിന്ന് കൊൽക്കത്തയുടെ മേയർ സ്ഥാനത്തേക്ക് പോലും അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. പല മേഖലകളിൽ നിന്നായിട്ട് ബ്രിട്ടീഷ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികൾ അവർ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. ഇത് തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി നൽകാനായിട്ടുള്ള കൃത്യമായ ഒരു അവസരം എന്ന കാര്യത്തെക്കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു അവസരങ്ങളിൽ തിരിച്ചറിയുകയാണ്. അദ്ദേഹം അപ്പോൾ ചിന്തിച്ചൊരു കാര്യം ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലക്കായിരുന്നു. അതായത് ബ്രിട്ടീഷ് സഖ്യത്തിൻ്റെ ശത്രുവായിട്ടുള്ള ജപ്പാൻ ജർമ്മൻ സഖ്യത്തോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയിട്ട് ഇന്ത്യക്ക് സ്വതന്ത്രം നേടി നൽകാൻ കഴിയുമെന്ന കാര്യത്തിലാണ് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ നേതാക്കളോടൊന്നും തന്നെ കൂടി ആലോചിക്കാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൂടെ യുദ്ധത്തിൽ പങ്കാളികളാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെയും നേതാജിയുടെ നേതൃത്വത്തിൽ ശക്തമായ നിലയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഇതിനടിസ്ഥാനത്തിൽ പിന്നീട് ബ്രിട്ടീഷുകാരുടെ നിരന്തരമായിട്ടുള്ളൊരു നോട്ടപ്പുള്ളിയായിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് മാറി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും ഒക്കെ തന്നെ ബ്രിട്ടീഷുകാരുടെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി നൽകാൻ ഇത് തന്നെയാണ് കൃത്യമായ അവസരമെന്ന് മനസ്സിലാക്കിയ സുഭാഷ് ചന്ദ്രബോസ് അവിടെ നിന്നും നാടുവിടുകയാണ്. അദ്ദേഹം നേരെ അഫ്ഗാനിസ്ഥാനിലേക്കും അവിടെ നിന്ന് റഷ്യയിലെ മോസ്കോയിലേക്കും പിന്നീട് റോമിലേക്കും അവിടെ നിന്ന് ഏറ്റവും ഒടുവിലായിട്ട് ജർമ്മനിയിലേക്കും എത്തിച്ചേരുന്നുണ്ട്. ഈ യാത്രയൊക്കെ തന്നെ വേഷം മാറിയിട്ട് പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ടാണ് അദ്ദേഹം യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ജർമ്മനിയിലേക്ക് എത്തിച്ചേരുകയും ഹിറ്റ്ലറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ തന്നെ ചെയ്തു നൽകാമെന്ന് ഹിറ്റ്ലർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് ഏതാനും നാളുകൾ ജർമ്മനിയുടെ അകത്ത് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിട്ട് നടന്നു വന്നിട്ടുണ്ടായിരുന്നു. ചില സംഘടനകളും മറ്റുമൊക്കെ അതിന് വേണ്ടിയിട്ട് ജർമ്മനിയുടെ അകത്ത് പോലും ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ജർമ്മനിയുടെ പക്കൽ നിന്നും രാഷ്ട്രീയ, നയതന്ത്ര, സൈനിക സഹായമൊക്കെ തന്നെയും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ സാധിക്കുമെന്നൊരു കാര്യത്തിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യൻ
സ്വാതന്ത്ര്യ സമരത്തോടൊന്നും നാസികൾക്ക് അല്ലെങ്കിൽ ഹിറ്റ്ലറിനൊന്നും വലിയ തോതിലുള്ള താല്പര്യമുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഹിറ്റ്ലറുടെ വംശഹത്യ, ജൂതന്മാരോട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന ക്രൂരത, അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും തന്നെ സുഭാഷ് ചന്ദ്രബോസിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അടിസ്ഥാനത്തിൽ 1943 അദ്ദേഹം ജർമ്മനി വിട്ട് നേരെ ജപ്പാനിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്രയൊക്കെ തന്നെയും സബ്മറൈനിലായിരുന്നു, മുങ്ങിക്കപ്പലിലാണ് അദ്ദേഹം ഈ യാത്രയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജപ്പാൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പോലും വ്യത്യസ്ത തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ജപ്പാൻ ഇന്ത്യയെ സഹായിക്കാൻ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് വരും. അതുവഴി ഇന്ത്യയെ സ്വതന്ത്ര രാജ്യമാക്കാനൊക്കെ ജപ്പാൻ സഹായിക്കുമെന്ന നിലക്കൊക്കെ തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ജപ്പാനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഏറെ നാളത്തെ യാത്രകൾക്ക് ശേഷം ജപ്പാനിലേക്ക് എത്തിച്ചേരുകയും ജപ്പാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ട് പോലും കൂടിയാലോചനകൾ നടത്തുകയും ജപ്പാനിന് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഇന്ത്യക്ക് വേണ്ടി ചെയ്തു നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും പിന്നീട് അതിനടിസ്ഥാനത്തിലൊക്കെ നാളുകൾ കഴിയുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പോലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടിയിട്ട് ജപ്പാൻ ഗവൺമെൻറ് വിട്ടു നൽകുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഈ ദ്വീപുകളൊക്കെ തന്നെ ജപ്പാൻ കയ്യേറിയിട്ടുണ്ടായിരുന്നു, പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും സുഭാഷ് ചന്ദ്രബോസ് ഈ ദ്വീപുകൾക്ക് ഷഹീദ് എന്നും അതുപോലെ തന്നെ സ്വരാജ് എന്നും ഒക്കെ പേരുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ വെച്ചുകൊണ്ട് ഒരു താൽക്കാലിക സ്വതന്ത്ര ഭാരത സർക്കാരിന് അദ്ദേഹം രൂപം നൽകുകയും അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ബാങ്കും കറൻസികളും ഒക്കെ തന്നെ അദ്ദേഹം അച്ചടിച്ചിറക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും തകിടം മറിയുന്നത് 1945 ലോക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വലിയ തോതിലുള്ള മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചൊരു വർഷമാണ് 1945. അതിൽ തന്നെ ജർമ്മനിയുടെ നേതാവായിട്ടുള്ള സ്വേച്ഛാധിപതിയായിട്ടുള്ള ഹിറ്റ്ലർ ഏപ്രിൽ മാസത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ജപ്പാൻ്റെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ അമേരിക്ക അണുബോംബ് വർഷിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം ഏറെക്കുറെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോലും ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നേതാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൂടെ ഏറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു ഇത്. ജർമ്മനിയുടെയും ജപ്പാൻ്റെയും ഒക്കെ സഹായത്തോടുകൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും ഓടിക്കാനാകും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വീണ്ടും തിരിച്ചെടുക്കാനാകും എന്നൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് പതിയെ പതിയെ മങ്ങലേൽക്കാൻ കൂടെ തുടങ്ങിയ കാലഘട്ടം കൂടിയായിരുന്നത്. പക്ഷേ ഈ ഒരു സമയമൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ കീഴിലുള്ള ആ ഒരു സഖ്യസേനയും സോവിയറ്റ് യൂണിയനും ചെറിയ തോതിലുള്ള ചില പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നു. അതിനാലൊക്കെ തന്നെ ഇനി അടുത്തത് ഇന്ത്യയെ സഹായിക്കാൻ, ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ ആര് തൻ്റെ കൂടെ നിൽക്കും എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ നേതാജി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന ഉത്തരത്തിലേക്ക് തന്നെയായിരിക്കണം. അതിനടിസ്ഥാനത്തിൽ സിംഗപ്പൂരിൽ ഉണ്ടായിരുന്ന അദ്ദേഹം നേരെ ചൈനയിലേക്ക്, ജപ്പാന് കീഴിലുണ്ടായിരുന്ന ചൈനയുടെ പ്രദേശങ്ങളിലേക്ക് പോകാനും അവിടെ നിന്ന് സോവിയറ്റ് യൂണിയനിലേക്ക് പോകാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. അങ്ങനെ ഓഗസ്റ്റ് മാസം 18 സിംഗപ്പൂരിൽ നിന്നും അദ്ദേഹം യാത്ര തിരിക്കുന്നുണ്ട്. പിന്നീട് വിയറ്റ്നാമിൽ നിന്നും തായ്വാൻ വഴി നേരെ ചൈനയിലേക്ക് പോയിട്ട് അവിടെ നിന്നും പിന്നീട് സോവിയറ്റ് യൂണിയനിലേക്ക് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മുഴുനീള യാത്രയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ അവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ഏറെക്കുറെ 5 ആളുകൾക്ക് മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന ജപ്പാൻ്റെ ഒരു വിമാനത്തിലായിരുന്നു, ഒരു യുദ്ധവിമാനത്തിലായിരുന്നു. പക്ഷേ അന്നേ ദിവസം നേതാജിയും ജാപ്പനീസ് ജനറലും ഉൾപ്പെടെ ഏറെക്കുറെ 11ഓളം ആളുകളാണ് ആ ഒരു വിമാനത്തിനകത്ത് കയറി യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അവർ നേരെ വിയറ്റ്നാമിൽ നിന്നും പറന്നു വരുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ തന്നെ പൈലറ്റിന് എന്തൊക്കെയോ തരത്തിലുള്ള അരുതായ്മകളൊക്കെ വിമാനത്തിൽ ഫീൽ ചെയ്യുന്നതിന് അടിസ്ഥാനത്തിൽ വിയറ്റ്നാമിൽ തന്നെ അദ്ദേഹം വീണ്ടും വിമാനത്തിൽ ഇറക്കുന്നുണ്ട്. കാര്യമായിട്ട് എല്ലാവിധത്തിലുള്ള ചെക്കിങ്ങുകളും നടത്തി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പായതോടുകൂടെ നേരെ തായ്വാനിലേക്ക് അവർ യാത്ര തിരിക്കുന്നുണ്ട്. അങ്ങനെ തായ്വാൻ വിമാനത്താവളത്തിലേക്ക് അവർ ചെന്നിറങ്ങുന്നുണ്ട്. ഇപ്രാവശ്യം എൻജിനിൽ എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊരു തോന്നൽ പൈലറ്റിൻ്റെ മനസ്സിലേക്ക് പിന്നെയും കടന്നു വരുന്നുണ്ട്. വിശദമായിട്ട് പിന്നെയും അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ വീണ്ടും തായ്വാൻ വിമാനത്താവളത്തിൻ്റെ റൺവേയിലൂടെ ചൈനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്നുയരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ആ കുഞ്ഞൻ വിമാനത്തിൻ്റെ വലതുഭാഗത്തുള്ള എഞ്ചിൻ വലിയ ശബ്ദത്തോടുകൂടി തന്നെ തകർന്ന് പൊട്ടി വീഴുകയാണ്. വിമാനത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും താറുമാറാവുകയാണ്. അതോടൊപ്പം തന്നെ വിമാനം നിലത്തിടിച്ച് തകരുകയാണ്.
ഈ ഒരു അവസരത്തിൽ തന്നെ വിമാനത്തിൻ്റെ പൈലറ്റുമാർ മരണപ്പെടുന്നുണ്ട്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസിന് കാര്യമായ പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നില്ല. എങ്കിൽ കൂടെയും വിമാനത്തിൻ്റെ ഇന്ധനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ടും വീണിട്ടുണ്ടായിരുന്നു, തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിധത്തിൽ ആ വിമാനത്തിൽ നിന്നും തകർന്നു വീണ വിമാനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പോലും തീ പടരുന്നുണ്ട്. എങ്കിലും അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകരുടെ അടുത്തേക്ക് തീ പിടിച്ച ശരീരവുമായിട്ട് ഓടി ചെല്ലുന്നുണ്ട്. വേണ്ട തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു നൽകുന്നുണ്ട്. ശരീരത്തിൽ കാര്യമായ പൊള്ളലേറ്റ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ അവർ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ ഒരു സമയത്ത് തന്നെ ആ തകർന്നു വീണ വിമാനത്തിനകത്ത് ബോധരഹിതരായിട്ടുള്ള ഏതാനും ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ രക്ഷാദൗത്യം നടത്തുന്ന സേന പുറത്തെത്തിക്കുന്നുണ്ട്. അവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ അവരൊക്കെ തന്നെ ഹോസ്പിറ്റലൈസ് ആക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഏറെക്കുറെ 2 മണിയോടനുബന്ധിച്ചിട്ടാണ് ഇത്തരമൊരു ആക്സിഡൻറ്റ് നടക്കുന്നത്. എന്നാൽ വൈകിട്ട് 6 മണി വരെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഡോക്ടറോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 6 മണിക്ക് ശേഷം സുഭാഷ് ചന്ദ്രബോസ് പതിയെ കോമയിലേക്ക് വഴുതി വീഴുകയാണ്. 9 മണിയാകുമ്പോൾ അദ്ദേഹം ഈ ഒരു ലോകത്തോട് വിട പറയുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളും മറ്റൊക്കെ നടത്തുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അസ്ഥികളെല്ലാം തന്നെ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് ജപ്പാനിലേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള രംഗോജി എന്ന് പറയുന്ന പുരാതനമായിട്ടുള്ള ടെമ്പിളിൽ ഇന്നും അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ജനത വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കിയിരുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണ വാർത്ത ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലേക്കും ഒരുപോലെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും അദ്ദേഹം മരിച്ചു എന്ന കാര്യം വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് 1940കളിൽ പല തവണയായിട്ട് സുഭാഷ് ചന്ദ്രബോസ് മരണപ്പെട്ടു, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകൾ വലിയ തോതിൽ ഇന്ത്യയിലെങ്ങും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 1-2 മാസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരാറുണ്ടായിരുന്നു. ഹിറ്റ്ലറോടൊപ്പമുള്ള അല്ലെങ്കിൽ ശക്തമായ ഒരു സേനയോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളും മറ്റുമൊക്കെ വലിയ തോതിൽ തന്നെ പ്രചരിക്കാറുണ്ടായിരുന്നു. അതിനാൽ ആളുകൾ വിശ്വസിച്ചിരുന്നത് അങ്ങനെ എളുപ്പത്തിലൊന്നും സുഭാഷ് ചന്ദ്രബോസിനെ കൊല്ലാൻ സാധിക്കില്ല, അദ്ദേഹത്തിന് മരണമില്ല എന്ന നിലക്കൊക്കെ തന്നെയായിരുന്നു. രണ്ടാമത്തെ വലിയൊരു കാരണം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ വീഡിയോഗ്രാഫി അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടു കൂടെ ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ അവസാന നിമിഷങ്ങൾ ആരും ഫോട്ടോയായിട്ട് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഫോട്ടോകൾ പുറത്തു വിടുകയോ അതിനെല്ലാം അപ്പുറത്തേക്ക് മരണപ്പെട്ട് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ആളുകൾ അപ്പോഴും വിശ്വസിച്ചത് ഒരിക്കലും അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല, ഇതും മുമ്പൊക്കെ തന്നെ വലിയ തോതിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് പോലെ തന്നെയുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അഭ്യൂഹം മാത്രമാണ്, അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മുംബൈയിൽ ഒരു ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ബംഗാളിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാടധികം ആളുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും പിന്നീട് ഒരിക്കലും ഒരാളും തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തൊക്കെ തന്നെയായാലും പിന്നീട് ഇന്ത്യ സ്വതന്ത്രമാകുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവൺമെൻറ് അധികാരത്തിലേറുന്നുണ്ട്. അതിനുശേഷം ജവഹർലാൽ നെഹ്റു തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കുന്നുണ്ട്. ഷാനവാസ് കമ്മീഷൻ ആയിരുന്നു അത്. അതിനുശേഷം പിന്നീട് ഗോസ്ലോ എന്ന് പറയുന്ന മറ്റൊരു കമ്മീഷനെ കൂടെ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്നുണ്ട്. ഈ 2 കമ്മീഷനും വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു എന്നുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ മൂന്നാമത് മുഖർജി കമ്മീഷനെ ഈ ഒരു വിഷയത്തിൽ അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി നിയോഗിക്കുമ്പോൾ അവർ പുറത്തുവിട്ടത് തീർച്ചയായും ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ മുഖർജി കമ്മീഷന് വിശദീകരിക്കാനുണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് തന്നെ അന്നത്തെ ദിവസം തായ്വാനിൽ നടന്നിട്ടില്ല, അതിൽ പെട്ടുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് മരണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. തീർച്ചയായും വലിയ തോതിൽ തന്നെ ആളുകൾ അമ്പരപ്പിച്ച കാര്യങ്ങളായിരുന്നു ഇത്. പിന്നീട് അവർക്ക് പറയാനുണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയനിലേക്ക്, റഷ്യയിലേക്ക് സുഭാഷ് ചന്ദ്രബോസ് കടന്നു കളഞ്ഞതായിരിക്കാം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ജപ്പാനിലെ ആ ഒരു ക്ഷേത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അസ്ഥികളോ ആ കാര്യത്തെക്കുറിച്ച് ഈ ഒരു കമ്മീഷൻ വിശദീകരിച്ചത് അത് അദ്ദേഹത്തിൻ്റെതല്ല എന്നുള്ള നിലക്കായിരുന്നു. എന്തൊക്കെ തന്നെയായാലും പിന്നീട് മൻമോഹൻ സിംഗ് സർക്കാരൊക്കെ അധികാരത്തിലേറുമ്പോൾ ഈ ഒരു വാദങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നുണ്ട്. അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യങ്ങളിലേക്ക് അവസാന ഘട്ടത്തിൽ അവർ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ഇവിടെയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകളൊക്കെ തന്നെയും രംഗത്തേക്ക് വന്നുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അസ്ഥി എടുത്തുകൊണ്ട് DNA പരിശോധന നടത്തണം, അദ്ദേഹം മരണപ്പെട്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ അതൊന്നും പിന്നീട് അങ്ങോട്ടേക്ക് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിയുടെ വൈൻഡപ്പ്
അവസാനിപ്പിക്കുകയാണ്. ഇന്നും ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം അവശേഷിക്കുന്നുണ്ട് എന്നതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്, മരണപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അന്നേ ദിവസത്തിൽ അങ്ങനെ ഒരു വിമാന അപകടം അവിടെ നടന്നിരിക്കുമോ? അതിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടിരിക്കുമോ അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുമോ? അതോ പലരും വിശ്വസിക്കുന്നത് പോലെ അത് പൂർണ്ണമായിട്ടും കെട്ടിച്ചമച്ച കെട്ടുകഥകൾ മാത്രമായിരിക്കുമോ? സുഭാഷ് ചന്ദ്രബോസ് പിന്നെയും ഒരുപാടധികം വർഷക്കാലം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജീവിച്ചിരിക്കുമോ? ഇന്ന് ഏതായാലും അദ്ദേഹം ജീവിച്ചിരിക്കുമോ എന്നുള്ള കാര്യം വലിയ തോതിൽ സംശയങ്ങൾ നിലനിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. 1897 അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഏറെക്കുറെ 130 വയസ്സിനടുത്ത് അദ്ദേഹത്തിന് പ്രായം വരേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇത്രയധികം വർഷം ഒരാൾ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ ആ ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യം വലിയ തോതിൽ തന്നെ സംശയങ്ങൾ നിലനിൽക്കുന്നത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാമെന്ന് പ്രതീക്ഷയോടെ